മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലയാളി IPS ഉദ്യോഗസ്ഥരുടെ നടപടി ശരിവെച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. മലയാളി ഉദ്യോഗസ്ഥ അഞ്ജന കൃഷ്ണ അനധികൃത മണൽ ഖനനമാണ് തടഞ്ഞത് എന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. പോലീസ് നടപടിക്കിടെ ഉദ്യോഗസ്ഥയെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഭീഷണിപ്പെടുത്തിയത് വിവാദമായിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോൾ പിന്തുണയുമായി അഞ്ജലി കൃഷ്ണയ്ക്ക് പിന്തുണയുമായി കളക്ടർ എത്തിയിരിക്കുന്നു എന്നതല്ലേ? മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ മണൽ ഖനനത്തിലാണ് മലയാളി IPS ഉദ്യോഗസ്ഥ അഞ്ജലിക്ക് പിന്തുണയുമായി ജില്ലാ കളക്ടർ എത്തിയിരിക്കുന്നത്. അഞ്ജന കൃഷ്ണ അനധികൃത മണൽ ഖനനം തടഞ്ഞു എന്നതാണ് കളക്ടറുടെ റിപ്പോർട്ട്. ശ്രീനാഥ്, വിശദാംശങ്ങൾ. അനുജ, അഞ്ജന കൃഷ്ണയെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. സോളാപൂരിലെ ഒരു ഗ്രാമത്തിൽ അനധികൃതമായ മണൽ ഖനനം നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് പരാതി കിട്ടിയതിന് മുറയ്ക്കാണ് DSP ആയ അഞ്ജന കൃഷ്ണ IPS അവിടേക്ക് എത്തുന്നത്. അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവിടുത്തെ NCP പ്രവർത്തകർ അവരുടെ നേതാവായ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് ഫോണിൽ വിളിക്കുകയും ഫോൺ കൈമാറുകയും ചെയ്തത്. പിന്നീട് അജിത് പവാർ അഞ്ജനയെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ഈ നടപടികൾ നിർത്തിവെച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്ന് അഞ്ജനയെ ഭീഷണിപ്പെടുത്തുന്നതാണ്. പിന്നീട് അത് വിവാദമായപ്പോൾ അജിത് പവാർ ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കാനായുള്ള ഇടപെടൽ മാത്രമാണ് താൻ നടത്തിയത് എന്നുള്ള പ്രസ്താവന പിന്നീട് നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അഞ്ജനയുടെ ഭാഗത്താണ് ശരി എന്നതാണ് ജില്ലാ കളക്ടറുടെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അഞ്ജന അനധികൃതമായ മണൽ ഖനനമാണ് നിർത്താൻ വേണ്ടി പോയത്. അതിനൊരു അനുമതി, ഈ ഖനനം നടത്തുന്നതിനുള്ള അനുമതി നേരത്തെ തന്നെ ആരും വാങ്ങിയിരുന്നില്ല. അതുകൊണ്ട് ഇത് അനധികൃതം തന്നെയാണ്. നേരത്തെ റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള മണൽ മാഫിയ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ അനുഭവം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടായി. നാട്ടുകാർ പോലും ഈ മണൽ മാഫിയയെ ഭയന്നാണ് കഴിയുന്നത് എന്നതാണ് തഹസിൽദാർ ആദ്യം കളക്ടറെ അറിയിച്ചത്. അതിന്മേലാണ് ഇപ്പോൾ കളക്ടർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സമർപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ വിഷയത്തിൽ അഞ്ജനയുടെ ഭാഗത്താണ് ശരി എന്നത് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.